വളരെ ഭംഗിയുള്ള നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന നല്ല കുറെ വിഷ്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പക്ഷെ ദിവ്യശ്രീയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ കഥകളി എന്ന് പറയുമ്പോൾ ഇപ്പൊ ആദ്യമായിട്ടാണ് പഠിക്കണേന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ദിവ്യശ്രീക്കും ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്താണ് ഉണ്ടായിരുന്നത്? മീൻസ് കണ്ണ് പുരികൊക്കെ ഇളക്കുന്നതൊക്കെ. കഥകളി എപ്പോഴും കേരള നടനായിട്ട് സാമ്യതയുള്ളതാണ്. എപ്പോഴും കാല് ഇങ്ങനെയാണ് ചവിട്ടുന്നത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് പല്ല് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എക്സ്പ്രഷൻ എപ്പോഴും ഇങ്ങനെ നിൽക്കണം. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഐബ്രോ അതുപോലെ കണ്ണിന്റെ തടം ഒക്കെ എപ്പോഴും കഥകളിയിൽ അങ്ങനെയാണല്ലോ. അതിപ്പോ ശൃംഗാരാണെങ്കിലും വീരമാണെങ്കിലും ഒക്കെ നമ്മള് കണ്ണിന്റെ തടങ്ങൾ നന്നായിട്ട് അനങ്ങും, ഐബ്രോ അതേപോലെ തന്നെ നന്നായിട്ട് അനങ്ങും. പക്ഷെ അത് വളരെ കുറവായിരുന്നു. അപ്പൊ നോർമലി ഡാൻസ് ചെയ്യുമ്പോ എപ്പോഴെങ്കിലും അത് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതിപ്പോ ഇതിനു വേണ്ടി ഫസ്റ്റ് ടൈം കഥകളിക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു ഇത്? കാരണം നോർമലി നമ്മൾ ക്ലാസിക്കൽ കളിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കണ്ണും കൈകളൊക്കെ പോകുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ചിരിച്ചുകൊണ്ട് വളരെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ കഥകളിയുടേത് അങ്ങനെയല്ല, കുറച്ച് വ്യത്യാസമാണ്. സാർ എന്ത് പറഞ്ഞു? സാറ് പറഞ്ഞു എന്തെടുക്കണം, ഒരു വെറൈറ്റി സാധനം എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ദിവ്യ നമുക്ക് കഥകളിയും മോഹിനിയാട്ടവും പഠിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, സാർ കഥകളി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ ചെറുപ്പത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു. നമ്മൾ കഥകളി വേഷമൊക്കെ കാണുമ്പം എപ്പോഴെങ്കിലും എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവല്ലേ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിവിടെ സാക്ഷാത്കരിച്ചു ചെയ്തു. ആൻഡ് ഈ പറഞ്ഞ പോലെ കഥകളി അറിയുന്നവർ ഒക്കെ ചിലപ്പോ ഒരുപാട് വിമർശനങ്ങളൊക്കെ കൊണ്ടുവരുമായിരിക്കും. കഥകളി എന്ന് പറയുമ്പോൾ കഥകളീനെ കഥകളിയുടെ അതേ രീതിയിലല്ല നമ്മൾ സെമി ക്ലാസിക്കലിലൂടെ നമ്മൾ കഥകളീനെ ആവിഷ്കരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ക കഥകളിയല്ല, നമ്മൾ പക്ക കഥകളി ആവുമ്പം എല്ലാ സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അറിയില്ല അതിൻ്റെ മുദ്രകളും ചിട്ടകളും ഒന്നും അറിയില്ല. അപ്പോൾ സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഞങ്ങളിത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു ക്ലാരിറ്റി നമ്മൾ മുന്നേ തന്നെ ഓഡിയൻസിന് കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഓൾറെഡി ദിവ്യശ്രീക്ക് തന്നെ അറിയാം ഒരു ഇൻസിഡന്റ് ഉണ്ടായതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കലാരൂപങ്ങൾ എടുക്കുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ നമ്മുടെ കാര്യം ക്ലാരിറ്റിയോടെ പറയുന്നത്. എപ്പോഴും നമ്മൾ കഥകളി ഇങ്ങനത്തെ ഫ്ലോറിൽ ചെയ്യുമ്പം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ക കഥകളിയായിട്ട് ചെയ്യില്ല. കാരണം അപ്പോൾ നമുക്ക് ആ ലിറിക്കിനെ ഫോളോ ചെയ്തും ആ സ്റ്റോറീനെ ഫോളോ ചെയ്തും പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഹോൾ ടോട്ടൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എന്ന് ശ്വേതാജിയോട് ചോദിക്കാം. ശ്വേതാജി. ദിവ്യശ്രീ രുദ്രലക്ഷ്മി, ബ്യൂട്ടിഫുൾ, നന്നായി റിഹേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി കഥകളി ചെയ്യാന്ന് പറഞ്ഞാൽ അതും നമ്മളൊരു കഥകളി ആർട്ടിസ്റ്റ് അല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഡാൻസ് ഷോവും അല്ല. ഞാൻ പറയണത് നിങ്ങൾ ആ എടുത്ത ആ ഒരു എഫേർട്ടിനെ ഞാൻ എന്തായാലും ഐ ഹാവ് ടു അപ്രീഷിയേറ്റ്. അത് എന്തായാലും ഞാൻ ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ചെറിയൊരു നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോറി പറഞ്ഞു. നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. കുട്ടി കൃഷ്ണഭക്തനാണ്. അപ്പോൾ ആ ഒരു പ്യോർ ലവ് എന്ന് പറയില്ലേ, ഭക്തൻ്റെ ഒരു പ്യോർ ലവ്, അത് നന്നായി കണ്ടു. പിന്നെ ആ നിങ്ങളുടെ മീൻസ് എന്താ പറയുക, രുദ്ര കൃഷ്ണൻ്റെ അടുത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ദിവ്യേൻ്റെ ആ ബോഡി ലാംഗ്വേജിലാണ് ഫീലിംഗ് വരുന്നത്. ബിക്കോസ് ഒബ്വിയസ്ലി അതാണല്ലോ കൃഷ്ണനായിട്ടാണ് ദിവ്യശ്രീ ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി, കൊറിയോഗ്രഫി സൂപ്പർ, നല്ലൊരു സ്റ്റോറി ആയിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഈ ലെവലിൽ ഈ ഒരു സെമി ഫൈനലിൽ ഇങ്ങനത്തെ ഒരു ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റിസ്ക് എടുത്തത് കറക്റ്റ് ആണോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഇറ്റ് വാസ് വെൽ വർത്ത്, വെരി ഗുഡ്. നല്ലൊരു റിസ്ക് എടുത്തത്. സോ നല്ലൊരു, പിന്നെ ഒബ്വിയസ്ലി ഇപ്പോൾ സ്വാസു ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെ കാര്യം, ബിക്കോസ് നമ്മളിപ്പോൾ ഇത് എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, ട്രോളന്മാരെയും നമ്മൾ നോക്കണമല്ലോ. അവരും നമ്മുടെ പ്രേക്ഷകരാണ്. നമുക്ക് ട്രോളന്മാർ വേണം. അവരില്ലാതെ നമുക്ക് ഷോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടി എന്തായാലും ആ ഒരു ക്ലാരിറ്റിയും നമ്മൾ കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പൊ എന്തായാലും ഈ ഒരു റിസ്ക് എടുത്ത് വാസ് വെരി ഗുഡ്, നന്നായി. രുദ്ര സോ ബ്യൂട്ടിഫുള്ളി, ചെറിയ കുഞ്ഞായോ ഹൈറ്റ് കുറഞ്ഞോ എന്തൊക്കെയോ തോന്നി എനിക്ക്. ഭയങ്കര ക്യൂട്ടായിട്ട്, ഭയങ്കര ആ ഒരു പ്യോർ ലവ്, ആ ഒരു ട്രസ്റ്റ്, നമ്മുടെ കൃഷ്ണദേവന്റെ അടുത്തുള്ള ആ ട്രസ്റ്റ്, ആ ഒരു
എന്താ പറയുക, ആ ഒരു ബന്ധം ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുണ്ടായിരുന്നു. സോ ബ്യൂട്ടിഫുള്ളി. ആൻഡ് അതിൻ്റെതായ ഒരു റിയാക്ഷൻസ് ദിവ്യ തന്നപ്പോൾ ഐ കുഡ് ഫീൽ ഇറ്റ്. ഇവിടെ ലാസ്റ്റത്തെ ഊഞ്ഞാലാട്ടം നമ്മൾ രണ്ടുപേരും അതെ ഊഞ്ഞാലാണെങ്കിലും പിന്നെ ആ വെണ്ണ കഴിക്കുമ്പോ തന്നെ എനിക്ക് തന്നെ കഴിക്കാൻ തോന്നി. അത്ര ഭയങ്കര ബ്യൂട്ടിഫുള്ളി നന്നായി. സി അത് നമ്മൾ പറയില്ലേ, റിസ്ക് എടുക്കുക ഓക്കെ, പക്ഷെ റിസ്ക് എടുത്തിട്ട് അതിന്റെ ഫലം കിട്ടുക എന്ന് പറഞ്ഞാലാണ് വലിയ കാര്യം. സോ എന്തായാലും ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഐ എം വെരി ഹാപ്പി. നന്നായി. അപ്പൊ എന്തായാലും ശ്വേതാജിക്കും ഇഷ്ടപ്പെട്ടു, നമ്മുടെ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പക്ഷെ ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താ അറിയാ, ഇപ്പോ നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്താ ഒരു സ്പെഷ്യലി സ്വാസൂനിയും ദിവ്യശ്രീനെയും എല്ലാം കാണുമ്പോ എനിക്കൊരു പാട്ട് ഓർമ്മ വരികയാണ്. നമ്മുടെ കണ്ണെഴുതിയ പൊട്ട് തൊട്ട് ആ ഒരു ഹരിചന്ദൻ ഉള്ളിൽ, ഒന്ന് ഒരു ചെറിയ ഒരു 2 ലൈൻസ്. ആരാ അത് സ്വാസുകുട്ടിയും ദിവ്യശ്രീയും രുദ്രകുട്ടിയും എല്ലാ ആ ഒരു ഫ്രെയിമിൽ അത് കാണാൻ, എല്ലാ കുട്ടികളും അത് ആ ഫ്രെയിമിലാണ് വേണ്ടത്. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നീലനിലാക്കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം. താങ്ക് യു സോ മച്ച് ശ്വേതാജി. പറഞ്ഞപ്പോ നമ്മള് അത് എങ്ങനെ ചെയ്യുമെന്ന് അവിടെ കൊറിയോഗ്രാഫർ ദിവ്യശ്രീ ഉണ്ട്, അവിടെ പിന്നെ ഡാൻസേഴ്സ് നിങ്ങൾ എല്ലാരും ഉണ്ട്, പിന്നെ എന്താ പേടിക്കാൻ. പക്ഷെ എന്നാലും നമ്മൾ ഒന്ന് പേടിച്ചു, പക്ഷെ കളിച്ചു കഴിഞ്ഞപ്പോ ഒരു സന്തോഷം അല്ലേ. ആ ഒരു കഥകളി മോഹിനിയാട്ടവും കൂടി ഒക്കെ മിക്സ് ചെയ്ത് കളിച്ചപ്പോ നമുക്ക് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം. താങ്ക് യു ശ്വേതാജി. എനിക്ക് ഒരു കാര്യം കൂടി ഇഷ്ടപ്പെട്ടു. ഈ ദിവ്യശ്രീ അവിടെ വന്നിട്ട് മറ്റേ നെയ്യ് ഇങ്ങനെയൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കണ്ണാടി ഇട്ട് നോക്ക്, അത് സോ ക്യൂട്ട്. ആ ഒരു ഭയങ്കര എവിടെയും ദിവ്യശ്രീന്റെ ആ ഒരു ദിവ്യശ്രീ ആണ് എന്നുള്ള ഫീല് വന്നില്ല. ഒന്നും കൂടി ഒന്ന് ചെയ്യൂ, ആ കണ്ണാടി എടുത്ത് നോക്കി. എന്തായാലും ഈ വേദിയിലേക്ക് ഞാൻ ഒരു ഗസ്റ്റിനെയും കൂടി വിളിക്കാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഥകളി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന അതിന്റെ ഒരു വേഷവിധാനം, ആ ചമയമാണ്, ആ കളേഴ്സ്. ഇങ്ങനെ നമുക്ക് കഥകളി എന്ന് പറയുമ്പോൾ കാണാൻ ഇഷ്ടം, മെയിൻ അട്രാക്ഷൻ അതാണ്. ആർക്കും അറിയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ സമയമെടുത്ത് മേക്കപ്പ് ചെയ്യുന്ന ഒരു കലാരൂപം കൂടിയാണ് കഥകളി. അപ്പൊ ഇന്ന് ഇവർക്ക് രണ്ടുപേർക്കും, സ്പെഷ്യലി ദിവ്യശ്രീക്ക് ചമയം ഒരുക്കിയ അദ്ദേഹം മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാഷിനെ നമ്മൾ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാർഗി രവീന്ദ്രൻ നായർ. നമസ്കാരം. അപ്പോ മാഷ് സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഇന്നിപ്പം ദിവ്യശ്രീയുടെ മുഖത്ത് ചായം തേച്ചിരിക്കുകയാണ്. മാഷ് ഇപ്പൊ എത്ര വർഷമായിട്ട് കഥകളിക്ക് ചമയം? ഒരു 46 കൊല്ലത്തോളമായി. 11 വയസ്സിൽ തുടങ്ങിയതാ. 11 വയസ്സിൽ കഥകളി പഠിക്കാൻ തുടങ്ങി. ഇപ്പം 60-62 വയസ്സായി. അപ്പൊ മാഷ് കഥകളിയും കളിച്ചിട്ടുണ്ട് ചെറുപ്പം? കഥകളി ചെയ്തോണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ അതാ ചോദിക്കാൻ പോകണ്ടായിരുന്നു. നമുക്ക് മൂപ്പരെ കണ്ട കഥകളി ആർട്ടിസ്റ്റും തോന്നുന്നുണ്ട്. അങ്ങനെ കഥകളിയാണ് ആദ്യം പഠിക്കുന്നത്. 1973 കഥകളി പഠിക്കുന്നത്. കഥകളി അരങ്ങേറ്റം കഴിഞ്ഞു. ഇപ്പോഴും കഥകളി മേക്കപ്പ് ചെയ്യുന്നുണ്ട്. കഥകളി വേഷം ചെയ്യുന്നുണ്ട്. കഥകളി മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ചുട്ടിയാണ്. ഞാൻ മാർഗിയിൽ ചുട്ടിയുടെ അധ്യാപകനായിരുന്നു, മാനേജരായിരുന്നു. അവിടെ നിന്ന് റിട്ടയർഡായി. എന്നാലും കഥകളി ഇപ്പോഴും ഞാൻ വേഷം നാളെ ഒക്കെ പരിപാടിയും വേഷം ഒക്കെ ഉണ്ട്. പരിപാടിക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ദിവ്യശ്രീന്റെ പരിപാടി? നന്നായി, കുഴപ്പമില്ല. നല്ല ഭംഗിയുള്ള വേഷം. ഞാൻ പറഞ്ഞു നല്ല കഥകളി പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഡാൻസ് ചെയ്യുന്നത് തൃപ്പൂണിത്തുറ മറ്റേ ആറവിയിലാണ് പഠിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ കഥകളി പഠിക്കാൻ നല്ല സൗകര്യമാണ്, ഇവിടെ കഥകളി കുറച്ചുകൂടെ പഠിക്കാം എന്ന് ഞാൻ പറയുകയും ചെയ്തു. മാഷ് ഏതാണ് കൂടുതൽ, ഏത് വേഷം ചെയ്തോണ്ടിരുന്നത്? ഞാൻ സ്ത്രീ വേഷം കിട്ടിയിട്ടുണ്ട്, പുരുഷ വേഷം കിട്ടുന്നുണ്ട്, എല്ലാം അങ്ങനെ കുറച്ചൊക്കെ അത്യാവശ്യം ചെയ്യാറുണ്ട്. ഇപ്പൊ രുദ്രയും ദിവ്യശ്രീയും കൂടി കൃഷ്ണന്റെ മുന്നിൽ നിന്ന് ചെയ്ത ഒരു കാര്യമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുമോ?
ചെയ്യാൻ പറ്റായികയൊന്നുമില്ല. ഇല്ല, അത് നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക്, അതായത് ഈ വേഷവിധാനം ഒന്നും ഇല്ലെങ്കിലും മാഷിന്റെ അതൊന്ന് കാണാൻ ഒരു ആഗ്രഹം. ആയിക്കോട്ടെ. താങ്ക് യു താങ്ക് യു മാഷെ. വരുമവൻ വരുമെന്നു മധുരമർമ്മരങ്ങളായി, വരുമവൻ വരും എന്നു മധുരമർമ്മരങ്ങളായി, അരുമയായൊരു കാറ്റു തഴുകിയോതി, അരുമയായൊരു കാറ്റു തഴുകിയോതി, വരുവാനിനിയും വൈകരുതേ നീ, കരുണതൻ മണിമുകിലേ, വരുവാനിനിയും വൈകരുതേ നീ, കരുണതൻ മണിമുകിലേ, മഞ്ജുതര ശ്രീലതികാഗ്രഹത്തിൽ എൻ പഞ്ചലോചന നിന്നെ കാത്തിരിപ്പു, ഞാൻ കാത്തിരിപ്പു. അയ്യോ, എന്താ പറയണ്ടേന്ന് അറിയില്ല. ഫുൾ പെർഫോമൻസ് കാണാനുള്ള ഒരു കൊതി വന്നു. അയ്യോ, താങ്ക് യു സോ മച്ച്. Superb, മാഷെ. അതായത് ആ ഒരു എക്സ്പ്രഷൻസ് എന്ത് ലാഘവത്തോടുകൂടി, ഉറപ്പായിട്ടും അത്രയും എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കിങ്ങനെ കാണുമ്പോഴേ അതിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഈ വേദിയിൽ വന്ന് ഈ ഒരു വേദി ധന്യമാക്കിയതിനും നമ്മുടെ കണ്ടസ്റ്റൻസിനും പ്രേക്ഷകർക്കും ഒക്കെ വളരെ മനോഹരമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എനിക്കും വളരെ സന്തോഷമുണ്ട്. മോക്കും നമ്മുടെ അമ്മയ്ക്കും അതെ, എന്നെ ദിവ്യശ്രീ സഹകരിപ്പിച്ചതിന് സന്തോഷമായി. നിൽക്കാനൊരു ഭാഗ്യം ഉണ്ടല്ലോ, അതെല്ലാം ഒരു ഭാഗ്യമല്ലേ. താങ്ക് യു മാഷെ.